ന്യൂ വെറൈറ്റി ഇംഗ്ലീഷിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മത്സര പരീക്ഷയ്ക്കുള്ള ഇംഗ്ലീഷാണ് ഇന്ന് നാം പഠിക്കുന്നത്. ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡിസ്പൈറ്റ്. ഇത് എന്നിരുന്നാലും എന്നിട്ടും എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒരു സെൻറ്റൻസിനെ ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ചുകൊണ്ട് റീറൈറ്റ് ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് നാം പഠിക്കുന്നത്. ഇൻസ്പൈറ്റ് ഓഫിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു വേർഡാണ് ഡിസ്പൈറ്റ്. ഡിസ്പൈറ്റ്, ഇൻസ്പൈറ്റ് ഓഫ് രണ്ടും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് സെൻറ്റൻസിനെ റീറൈറ്റ് ചെയ്യുമ്പോഴുള്ള മാറ്റങ്ങൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഒന്ന്, ഇൻസ്പൈറ്റ് ഓഫ് ഡിസ്പൈറ്റ് എന്നുള്ളത് ആദ്യമാണ് ഉപയോഗിക്കുക, സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ഉപയോഗിക്കുന്നു. ഡിസ്പൈറ്റിൻ്റെ കൂടെ ഓഫ് ഉപയോഗിക്കരുത്. ഇൻസ്പൈറ്റിൻ്റെ കൂടെ മാത്രമേ ഓഫ് ഉപയോഗിക്കുകയുള്ളൂ. പിന്നീട് ഇൻസ്പൈറ്റ് ഓഫിന് ശേഷം വരുന്ന സെൻറ്റൻസ് നൗൺ ഫ്രേസിലേക്ക് മാറ്റണം. അതേ അർത്ഥം വരുന്ന വേർഡുകളെ നാം ഒഴിവാക്കണം. ബട്ട്, യെറ്റ്, ഹവവർ, ദോ, ഓൾദോ, ഈവൻ ദോ, ഈവൻ ഇഫ് ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ സെൻറ്റൻസിലുണ്ടെങ്കിൽ അവയെല്ലാം നീക്കം ചെയ്യുക. കാരണം ഇൻസ്പൈറ്റ് ഓഫിൻ്റെ അതേ മീനിങ് ആണ് ബട്ട്, യെറ്റ്, ഹവവർ, ദോ, ഓൾദോ, ഈവൻ ദോ, ഈവൻ ഇഫ് ഇവയെല്ലാം സെൻറ്റൻസിൽ നിന്ന് നീക്കം ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ സെൻറ്റൻസ് അതേപോലെ ഒരു മാറ്റമില്ലാതെ നമുക്ക് എഴുതുവാൻ സാധിക്കും. രണ്ട് സെൻറ്റൻസുകളെ പരസ്പരം കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയാണ് ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡിസ്പൈറ്റ് ഉപയോഗിക്കുന്നത്. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അതിലൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്പൈറ്റ് ഉപയോഗിക്കുന്നതെന്ന്. In spite of the rain, they went out. In spite of the rain, they went out. മഴ ഉണ്ടായാൽ കൂടി, മഴ ഉണ്ടായിട്ടും കൂടി, മഴ ഉണ്ടായിരുന്നിട്ടും കൂടി they went out, അവർ പുറത്തു പോയി. മഴ ഉണ്ടാവുന്ന സമയത്ത് സാധാരണ പുറത്തു പോകാൻ ആളുകൾ മടിക്കാറുണ്ട്. രണ്ട് വ്യത്യസ്തമായ ആശയങ്ങളുടെ രണ്ട് സെൻറ്റൻസിനെ യോജിപ്പിക്കുമ്പോഴാണ് ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിക്കുന്നത്. ഇൻസ്പൈറ്റ് ഓഫ് ദി റെയിൻ ദേ വെന്റ് ഔട്ട്. മഴ ഉണ്ടായിരുന്നിട്ടും കൂടി അവർ പുറത്തു പോയി. ഇൻസ്പൈറ്റ് ഓഫ് ദി ഫോഗ് പ്ലെയിൻസ് ആർ സ്റ്റിൽ ലാൻഡിങ്. മഞ്ഞ് ഉണ്ടായിരുന്നിട്ടും കൂടി പ്ലെയിനുകൾ ഇപ്പോഴും ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞുണ്ടാകുന്ന സമയത്ത് പ്ലെയിന് ലാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ രണ്ട് വ്യത്യസ്തമായ ആശയങ്ങൾ യോജിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്ത ഉദാഹരണം, ഇൻസ്പൈറ്റ് ഓഫ് ലോ സാലറി ഐ ലൈക്ക് മൈ ജോബ്. ഇൻസ്പൈറ്റ് ഓഫ് ലോ സാലറി, കുറഞ്ഞ ശമ്പളമായിരുന്നിട്ട് കൂടി ഐ ലൈക്ക് മൈ ജോബ്, ഞാൻ എൻ്റെ ജോലി ഇഷ്ടപ്പെടുന്നു. കുറഞ്ഞ ശമ്പളം ഉണ്ടാകുമ്പോൾ ജോലി ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ കുറഞ്ഞ ശമ്പളമായിട്ടും കൂടി ഞാൻ എൻ്റെ ജോലി ഇഷ്ടപ്പെടുന്നു. നെക്സ്റ്റ് ഉദാഹരണം, ഇൻസ്പൈറ്റ് ഓഫ് സ്റ്റഡിങ് ഹാർഡ് ഷീ ഫെയിൽഡ് ദി ടെസ്റ്റ്. നന്നായിട്ട് പഠിച്ചിരുന്നിട്ടും കൂടി അവള് പരീക്ഷയിൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടു. ഇൻസ്പൈറ്റ് ഓഫ് സ്റ്റഡിങ് ഹാർഡ് ഷീ ഫെയിൽഡ് ദി ടെസ്റ്റ്. നന്നായിട്ട് പഠിച്ചിരുന്നിട്ടും കൂടി അവൾ ടെസ്റ്റിൽ
പരാജയപ്പെട്ടു. ഇൻസ്പൈറ്റ് ഓഫ് ബീങ് എ മില്യനെയർ, he lives in a very small flat. In spite of being a millionaire, കോടിപതി ആയിരുന്നു എങ്കിലും he lives in a very small flat. അവന് ഒരു ചെറിയ ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. In spite of being a millionaire, കോടിപതി ആയിരുന്നുവെങ്കിലും he lives in a very small flat. വളരെ ചെറിയ ഫ്ലാറ്റിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. In spite of the difficulties, she helped him. In spite of the difficulties, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും she helped him, അവനെ സഹായിച്ചു. Despite applying for hundreds of jobs, he is still unemployed. Despite applying for hundreds of jobs, ആയിരക്കണക്കിന് ജോലികൾ അപ്ലൈ ചെയ്തിരുന്നുവെങ്കിലും he is still unemployed, ഇപ്പോഴും അവന് ജോലിയില്ലാതെ നിൽക്കുകയാണ്. Despite applying for hundreds of jobs, he is still unemployed. Despite applying for hundreds of jobs, he is still unemployed. നൂറുകണക്കിന് ജോലികൾ അപ്ലൈ ചെയ്തിരുന്നുവെങ്കിലും അവൻ ഇപ്പോഴും ജോലിയില്ലാതെ നിൽക്കുകയാണ്. Despite her tiredness, Shaina tries to help us. Despite her tiredness, അവളുടെ ക്ഷീണം ഉണ്ടായിരുന്നുവെങ്കിലും ഷൈന tries to help us. ഷൈന ഞങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചു. Despite her tiredness, Shaina tries to help us. അവൾക്ക് ക്ഷീണം ഉണ്ടായിരുന്നുവെങ്കിലും ഷൈന tries to help us, ഞങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചു. Despite taking a taxi, he was late. ഒരു ടാക്സി പിടിച്ചുവെങ്കിലും he was late, അവന് വൈകിയാണ് എത്തിയത്. Despite taking a taxi, he was late. ടാക്സി പിടിച്ചാണ് വന്നതെങ്കിലും അവന് നേരം വൈകിപ്പോയി. Despite her young age, she did a very good job. Despite her young age, she did a very good job. വളരെ ചെറുപ്പമാണ് അവളെങ്കിലും she did a very good job, നല്ല രീതിയിൽ അവൾ ജോലി ചെയ്തു. Despite her young age, അവൾ വളരെ ചെറുപ്പമാണെങ്കിലും she did a very good job, നല്ലൊരു ജോലി അവൾ ചെയ്തു. ഇനി എങ്ങനെയാണ് ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ചുകൊണ്ട് ഒരു 2 സെന്റൻസിനെ റീറൈറ്റ് ചെയ്യാമെന്ന് അതിന് 2 ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. He worked hard but he could not reach his target. അവന് കഠിനമായി ജോലി ചെയ്തു, പക്ഷേ അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിച്ചില്ല. അതിനെ റീറൈറ്റ് ചെയ്യുമ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ഹാർഡ് വർക്ക് he could not reach his target. അവന് കഠിനമായി ജോലി ചെയ്തുവെങ്കിലും അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് ടാർഗറ്റിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. He worked hard but he could not reach his target. In spite of his hard work, he could not reach his target. അവന് കഠിനമായി ജോലി ചെയ്തുവെങ്കിലും അവൻ്റെ ടാർഗറ്റിൽ എത്തിച്ചേരാൻ
സാധിച്ചില്ല. He worked hard, but he could not reach his target. In spite of his hard work, he could not reach his target. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് റീറൈറ്റ് ചെയ്യാം. ഇൻസ്പൈറ്റ് എന്നുള്ളതിന് അടുത്ത ഉദാഹരണം ഷീ വാസ് ഇൽ സ്റ്റിൽ ഷീ അറ്റൻഡ് ദ ക്ലാസ്. ഷീ വാസ് ഇൽ, അവൾ രോഗിയാണ്. സ്റ്റിൽ എന്നിട്ടും ഷീ അറ്റൻഡ് ദ ക്ലാസ്, അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഇവിടെ സ്റ്റിൽ എന്നുള്ളത് ഇൻസ്പൈറ്റ് അതേ മീനിങ് ആണ്, അത് നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ റീറൈറ്റ് ചെയ്യുമ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ഹർ ഇൽനെസ് എന്നാണ് ഉപയോഗിക്കുക, നൗൺ ഫ്രൈസിലേക്ക് മാറ്റുക. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ഹർ ഇൽനെസ് ഷീ അറ്റൻഡ് ദി ക്ലാസ്. ഇൻസ്പൈറ്റ് ഓഫ് ഹർ ഇൽനെസ് ഷീ അറ്റൻഡ് ദി ക്ലാസ് എന്നാണ് ഉപയോഗിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിക്കുമ്പോൾ രണ്ട് സെൻറ്റൻസിനെ യോജിപ്പിക്കാനാണ് ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിക്കുന്നത്. ഇൻസ്പൈറ്റ് ഓഫിൻ്റെ അതേ മീനിങ് ആണ് ഡിസ്പൈറ്റ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഇൻസ്പൈറ്റ് ഓഫും ഡിസ്പൈറ്റും ആദ്യം സെൻറ്റൻസിൻ്റെ തുടക്കത്തിലാണ് ഉപയോഗിക്കുക. പിന്നെ ഡിസ്പൈറ്റിൻ്റെ കൂടെ ഓഫ് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇൻസ്പൈറ്റ് ഓഫിൻ്റെ ശേഷം വരുന്ന ഫ്രൈസ് നൗൺ ഫ്രൈസ് ആയിരിക്കണം. പിന്നെ അതേ അർത്ഥമുള്ള ഇൻസ്പൈറ്റ് ഓഫിൻ്റെ അതേ മീനിങ്ങുള്ള വേർഡുകൾ സെൻറ്റൻസിൽ വരികയാണെങ്കിൽ അവയെ നമ്മൾ അവോയ്ഡ് ചെയ്യണം, ഒഴിവാക്കണം. ബട്ട്, യെറ്റ്, സ്റ്റിൽ, ഹവർ, ദോ, ആൾ ദോ, ഈവൻ ദോ, ഈവൻ ഇഫ്, ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ നാം ഒഴിവാക്കുക. രണ്ടാമത്തെ സെൻറ്റൻസ് മാറ്റമില്ലാതെ അതുപോലെ നാം ഉപയോഗിക്കുന്നു. പിന്നെ പരസ്പരം വിരുദ്ധങ്ങളായ രണ്ട് സെൻറ്റൻസ് യോജിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നാം ഓർത്തു വെക്കുക. എന്നാൽ നമുക്ക് മത്സര പരീക്ഷകളിൽ PSC പോലുള്ള പരീക്ഷകൾക്ക് നല്ല മാർക്ക് വാങ്ങുവാൻ സാധിക്കും. നമുക്ക് ഇനി അടുത്ത അധ്യായം ലഭിക്കുന്നവരെല്ലാവർക്കും വിജയാശംസകൾ. ഓൾ ദി ബെസ്റ്റ്.